കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് എത്ര അപക്വമായിട്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പെരുമാറുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതര സംസ്ഥാന തൊഴിലാളികളോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അവരെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? വലിയ ചോദ്യം, വലിയ വിമർശനം മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഉയർന്നു വന്നു കഴിഞ്ഞു. എന്താണ് വി ഡി സതീശൻ പറഞ്ഞത്? നിയമസഭയിൽ ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. കേൾക്കാം വി ഡി സതീശന്റെ ഈ വാക്കുകൾ. നമ്മൾ കേരളം ഇതുവരെ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ. അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 4 മില്യനും 5 മില്യനും ഇടയിൽ, 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. അത് കുറച്ച് പെർസെന്റേജ് ആണ് അവരില്. ബാക്കിയുള്ളത് അവര് വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. അവര് ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പുമാണ് അവർ വാങ്ങിക്കുന്നത്. അറിയാലോ, പെരുമ്പാവൂർ MLA കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും. അവര് നേരത്തെ തിങ്കളാഴ്ച രാവിലെയാണ് അവര് പണം അങ്ങോട്ട് അയച്ചിരുന്നത്. ഇപ്പൊ അവര് ഗൂഗിൾ പേയില് ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയില് അവർ ഈ പൈസ അയക്കുകയാണ്. സർ, റിവേഴ്സ് റെമിറ്റൻസ് ആയി ഈ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇക്കോണമിയുടെ അടിത്തറ മാന്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും? അവരെല്ലാം പറഞ്ഞുവിടാൻ പറ്റുമോ? പറഞ്ഞുവിടാൻ പറ്റില്ല. ഇവിടെയുള്ള ആളുകൾ വന്ന് ആ ജോലി ചെയ്യില്ല. അതൊരു സിറ്റുവേഷനാണ്. റെമിറ്റൻസിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയും കോളർ പൊക്കി കാണിക്കുകയും ചെയ്യുന്ന അതേ അവസരത്തിൽ അപകടകരമായ ഇക്കോണമിയെ അപകടകരമായി അതിന്റെ അടിത്തറ മാന്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്. ഈ ഗവൺമെന്റ് അത് വിശദമായി പഠിച്ചാൽ ഇക്കോണമിയെ എങ്ങനെയാണ് ബാധിച്ചത്. ഇതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ള രാഷ്ട്ര നേതാക്കൾ ചിന്തിച്ചാലോ, അവിടുത്തെ പ്രധാനമന്ത്രിമാർ, അവിടുത്തെ പ്രസിഡന്റുമാർ ചിന്തിച്ചാലോ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ, അവിടുത്തെ ഭരണാധികാരികൾ ഇതേപോലെ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ കേരളം എവിടെ എത്തും? വി ഡി സതീശന്റെ ഭാഷയിൽ പറഞ്ഞ റെമിറ്റൻസ് വരും. റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വി ഡി സതീശൻ. കേരളത്തിലെ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് വലിയ തുക കൊണ്ടുപോവുകയാണ്. അവർ ജോലി ചെയ്ത് എല്ലാ ശനിയാഴ്ചയും അവർക്ക് പണം ലഭിക്കുന്നു. അപ്പോൾ തന്നെ ആ പണം മുഴുവൻ അവർ അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു. എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു. മറ്റ് രാജ്യങ്ങളിലേക്കല്ല, നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് മണ്ണിന്റെ മക്കൾ വാദമാണ്. ആ വാദം എവിടെ ചെന്ന് എത്തിക്കും കേരളത്തെ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞു. കവി സച്ചിദാനന്ദൻ മുഖ്യമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ, ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തോണ്ടുകയല്ല അതിഥി തൊഴിലാളികൾ ചെയ്യുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ കൺസ്ട്രക്ഷൻ മേഖല, നിർമ്മാണ മേഖല അതിഥി തൊഴിലാളികളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിശ്ചലമാകും. ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചെയ്യാൻ പോയ ബംഗാൾ തൊഴിലാളികൾ തിരിച്ചു വന്നില്ല. അപ്പോൾ തന്നെ കേരളത്തിലെ ഹോട്ടൽ മേഖലയിൽ വലിയ പ്രശ്നമുണ്ടായി. കൺസ്ട്രക്ഷൻ മേഖലയിൽ, നിർമ്മാണ മേഖലയിൽ വലിയ പ്രശ്നമുണ്ടായി. പല സ്ഥലങ്ങളിലും നിർമ്മാണം നിലച്ചു. ദേശീയപാതയുടെ നിർമ്മാണം, റോഡുകളുടെ നിർമ്മാണം ഒക്കെ നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അതിഥി തൊഴിലാളികൾ, അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്ന തൊഴിലാളികൾ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുകയാണ്, കുളം തോണ്ടുകയാണ് എന്ന്. ഇതാണ് വി ഡി സതീശൻ. അപക്വമായ ഇതാണ് വി ഡി സതീശൻ. പക്ഷേ മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. കാര്യങ്ങളെ കുറച്ചുകൂടി ഇതാണ് വി ഡി സതീശൻ. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെയാകാൻ പാടില്ല.
കാര്യങ്ങളെ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്. കാരണം കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് പല കാരണങ്ങളാലും. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്നത് കേരളത്തിന് ശാപമായി മാറാൻ പോകുന്നു ഈ മുഖ്യമന്ത്രി എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളും നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും.